ഹായ്, ഞാൻ ഡോക്ടർ ജൂലി. ഞാനൊരു ഫിസിഷ്യനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സുൽത്താൻ ബത്തേരിയിലുള്ള ലെയർ ജൂവിയ എസ്തെറ്റിക് സെൻറ്ററിലെ എൻ്റെ ക്ലിനിക്ക് റൂമിൻ്റെ അകത്താണ്. ഞാനൊരു ചെറിയൊരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാ ക്ലിനിക്കുകളിലും ഏറ്റവും എമർജൻസി ആയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയുള്ള കാര്യം എന്താണെന്നറിയാമോ? ഒരു എമർജൻസി ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു ആശുപത്രിയുടെ സമീപത്ത് വെച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ തല ഇറങ്ങി വീണു, നിങ്ങൾ ബോധം കെട്ടു വീണു, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു അറ്റാക്ക് വന്നു, വന്ന് നിങ്ങൾ വീണു, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ബേസിക് ലൈഫ് സപ്പോർട്ട് ഒരാൾക്ക് ബേസിക്കായിട്ട് ജീവനോടിരിക്കാൻ വേണ്ടത് ഒന്ന് ശ്വാസം, രണ്ടാമത്തത് ഹൃദയത്തിൻ്റെ ഇടിപ്പ്. അപ്പം ഒരാൾ വീണ് കിടക്കുമ്പോൾ ആദ്യം ചെന്നിട്ട് കുലുക്കി വിളിച്ചിട്ട് അനക്കമുണ്ടോ, മിണ്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്തത് ശ്വാസം വിടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ചെസ്റ്റ് റൈസ് എന്ന് പറയും, നെഞ്ച് പൊങ്ങും താഴും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഒരു ലൈഫ് സപ്പോർട്ടിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം, ഹെൽപ്പിന് വിളിക്കണം. അതുപോലെ തന്നെ മൂന്നാമത് നോക്കുന്നത് അവർക്ക് പൾസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പൾസ് ഉണ്ടെങ്കിൽ ശ്വാസം മാത്രം നമുക്ക് കൊടുത്ത് അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ പറ്റും. ഇനി പൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ ശ്വാസവും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ചെസ്റ്റ് കംപ്രഷൻസ് കൊടുത്തിട്ട് ബ്ലഡ് ഫ്ലോയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ടിൽ എ ഹെൽപ്പ് കംസ്. ഒരാൾ ശ്വാസം വിടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടതാണ് ആംബു ബാഗ്. ഈ ആംബു ബാഗ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്നും. നിങ്ങൾ ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വരാതിരിക്കട്ടെ, എന്നാലും ഒരു എമർജൻസി ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ആംബു ബാഗ്. ഈ ആംബു ബാഗിൻ്റെ ആംബു ചെയ്യുന്ന സാധനം ഇതാണ്, മൗത്ത് പീസ് എന്ന് പറയും. അതായത് ഇതാണ് പേഷ്യൻറ്റിൻ്റെ മുഖത്ത് വയ്ക്കുന്നത്. ഈ മൗത്ത് പീസ് ഇതിൽ അറ്റാച്ച് ചെയ്യും. ഇത് റിസർവോയർ എന്ന് പറയും. ഓക്സിജനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റിസർവോയറാണിത്. ഇത് ഓക്സിജൻ കുറ്റിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറാണ്. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ റെസ്പിറേഷൻ സപ്പോർട്ട് ചെയ്യും, ശ്വാസം എടുക്കുന്നത് നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഒരു ഓക്സിജൻ സിലിണ്ടറും വേണം. ഇപ്പോൾ ഓക്സിജൻ സിലിണ്ടറിലായിട്ട് കണക്ട് ചെയ്ത് ഓക്സിജൻ ഓണാക്കി പേഷ്യൻറ്റിൻ്റെ മുഖത്ത് ഇത് വെച്ച് ഇത് ഫിറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു രീതിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ ശ്വാസം അകത്തേക്ക് നമുക്ക് ഓക്സിജൻ അല്ലെങ്കിൽ എയർ നമുക്ക് അകത്തേക്ക് പമ്പ് ചെയ്ത് വിടാൻ പറ്റും. ഇനി രണ്ടാമത് ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെസ്റ്റ് കംപ്രഷൻസ് ആണ് ചെയ്യേണ്ടത്. ചെസ്റ്റ് കംപ്രഷൻ ചെയ്യാൻ നമുക്ക് എക്യുപ്മെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ കൈ മാത്രം മതി. അതിന് ചെറിയ ടെക്നിക്ക് ഉണ്ടെന്നേ ഉള്ളൂ. 30 പ്രാവശ്യം നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ ചെയ്യും. കറക്റ്റ് ഈ ഭാഗത്തായിട്ട് ഈ സ്റ്റേർണത്തിൻ്റെ 1/3 താഴെയായിട്ടാണ് ചെസ്റ്റ് കംപ്രഷൻസ് ചെയ്യുന്നത്. 30 പ്രാവശ്യം ചെയ്യും, 2 പ്രാവശ്യം ഇതുപോലെ ഓക്സിജൻ കൊടുക്കും. 30 പ്രാവശ്യം ചെയ്യും, 2 പ്രാവശ്യം ഓക്സിജൻ കൊടുക്കും. വേറെയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അഡ്രിനാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ക്യാനുല ഇടുക, അത് ബേസിക് ലൈഫ് സപ്പോർട്ടിൽ വരുന്നതല്ല. ബേസിക് ലൈഫ് സപ്പോർട്ട് ഇത്രയാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടിൽ ആദ്യം നമ്മൾ എയർവേ സെക്യൂർ ചെയ്യാമെന്ന് പറയും. അതായത് ഈ അദ്ദേഹത്തിന് ഓക്സിജൻ കിട്ടാനുള്ള മാർഗങ്ങൾ കുറച്ചുകൂടെ സ്പീഡിൽ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ ആംബു ഒരു ആദ്യത്തെ മാർഗം. രണ്ടാമത് ചെയ്യുന്നത് അദ്ദേഹത്തെ ഇൻറ്റുബേറ്റ് ചെയ്യാമെന്ന് പറയും. അതായത് ഇതാണ് ലാരിങ്കോസ്കോപ്പ്. ഇതിൽ വെളിച്ചം വരും, കണ്ട ഈ സാധനം വായ്ക്കകത്തോട്ടിട്ട് അകത്ത് നമ്മുടെ അന്നനാളി കണ്ട് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനത്തെ ഒരു ട്യൂബ്, ET ട്യൂബ് എന്ന് പറയും, ഇങ്ങനത്തെ ഒരു ട്യൂബ് ഇട്ട് ആ ട്യൂബ് സെക്യൂർ ചെയ്തതിന് ശേഷം ഈ മാസ്ക് മാറ്റും. എന്നിട്ട് അത് ട്യൂബിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആംബു ചെയ്യും. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എയർവേ സെക്യൂർ ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു അടുത്തുള്ള കുറച്ചും കൂടെ നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ സമയങ്ങളിലെല്ലാം നമുക്ക് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇതിപ്പോൾ വന്നു, ചിലപ്പോൾ ഒരു മരുന്നിനോടുള്ള അലർജി ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള എമർജൻസി മെഡിസിൻസ് നമ്മുടെ അടുത്തുണ്ടായിരിക്കണം. അഡ്രിനാലിൻ വേണം, ചിലർ ഛർദ്ദിച്ച് ആസ്പിറേറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്, ഛർദിയുടെ മെഡിസിൻസ് വേണം, ഹൈഡ്രോകോർട്ടിസോൺ വേണം. അപ്പോൾ എമർജൻസി മെഡിസിൻസ് ഉണ്ടായിരിക്കണം. BLS ബേസിക് ലൈഫ് സപ്പോർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അറിവുണ്ടായിരിക്കണം. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടിൽ എയർവേ എങ്കിലും മാനേജ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ അടുത്തൊരു ആശുപത്രിയിലോട്ട് കുറച്ചും കൂടെ സേഫായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.